There's a reason you're sitting in the presence of the Lord. ഇന്ന് നമ്മൾ ഇരിക്കാൻ പോകുന്നത് ദൈവസാന്നിധ്യത്തിന് വേണ്ടി ഇരിക്കാം. ദൈവസാന്നിധ്യം എല്ലാവരും ദൈവസാന്നിധ്യം രുചിച്ചറിയണം. Today we want to recognize the presence of God. എല്ലാവരും ദൈവസാന്നിധ്യം രുചിച്ചറിയാൻ വേണ്ടിയിരിക്കുന്നത്. ദൈവസാന്നിധ്യം വരുമ്പോൾ നുഖങ്ങൾ തകരും. We have brokenness when we have the presence of God. ദൈവസാന്നിധ്യം വരുമ്പോഴത്തേക്ക് രോഗികൾ സൗഖ്യമാവും. Sick people will be healed. ദൈവസാന്നിധ്യം വരുമ്പോൾ പൈശാചിക മണ്ഡലങ്ങൾക്ക് നീക്കാൻ സാധ്യമല്ല. Demonic presence will flee. ദൈവസാന്നിധ്യം വരുമ്പോൾ അത്ഭുതങ്ങൾ, അടയാളം, വീര്യപ്പെടുത്തലൊക്കെ നടക്കും. Then you have miracles, wonders and mighty acts will be happening in our midst. ഉടനെ പകൽക്കാലത്ത് നമുക്ക് അടുത്ത ഒരു മണിക്കൂർ നമ്മൾ ദൈവസന്നിധി ഇരിക്കുന്നത് ദൈവസാന്നിധ്യത്തിന് വേണ്ടി. So next 1 hour we are sitting in His presence for the presence of God, to recognize the presence of God. നമ്മൾ വായിക്കുന്നുണ്ട് ദ ടെമ്പിൾ ഓഫ് ജെറുസലേം, പഴയ നിയമത്തിൽ വായിക്കുന്നുണ്ട്. We know in Old Testament there was a temple of God. ഈ ഫണ്ടമെന്റലി അതിന് 3 ഭാഗങ്ങളായിരുന്നു. 3 മെയിൻ ഏരിയാസ്. Yes, it was 3 parts fundamentally. ഒന്ന് പറയുന്നത് ഔട്ടർ കോർട്ട്. First one is outer court. ഔട്ടർ കോർട്ട് എന്ന് പറഞ്ഞാൽ അതിന് മലയാളം എന്തോ? ഔട്ടർ കോർട്ട് എന്ന് പറഞ്ഞാൽ പ്രാകാരം. പ്രാകാരം ഔട്ടർ കോർട്ടിലാണ് നമ്മൾ കാണുന്നത്. സോ ദ ഔട്ടർ കോർട്ട് എന്ന് പറഞ്ഞാൽ ജെന്റൈൽസിനാണ്, ജാതികൾക്ക് വേണ്ടിയാണ് ഔട്ടർ കോർട്ട്. Outer court is for Gentiles. സോ ഔട്ടർ കോർട്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബോഡിയാണ്, ഫ്ലഷ്. That's a body. നമ്മുടെ ബോഡിക്കാണ് ഔട്ടർ കോർട്ട് എന്ന് പറയുന്നത് പുതിയ നിയമത്തിൽ. New Testament, our body is the outer court. ഇത് ഇന്നർ കോർട്ട്. അടുത്തത് നമ്മൾ പറയുന്നത് ഇന്നർ കോർട്ട്. ഇന്നർ കോർട്ട്, holy place. Holy place. Holy place. Including the women's court and priest's court എന്നാണ് പറയുന്നത്. The priest's court and the women's court. ഇന്നർ കോർട്ട്. അതിന് ഹോളി പ്ലേസ്. ഹോളി പ്ലേസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സോളിഷ് ലെവൽ വരും. അതായത് സ്പിരിറ്റ് കഴിഞ്ഞിട്ട് ബോഡി കഴിഞ്ഞ് സോളിഷ് ലെവലിലോട്ട് വരുന്നതാണ് ബോഡി. അതാണ് ഇന്നർ കോർട്ട്. Holy place is the inner court. അടുത്താണ് അതിപരിശുദ്ധ സ്ഥലം, അല്ലേ? Next one is most holy place. അതിപരിശുദ്ധ സ്ഥലം. പ്രൈസ് ഗോഡ്. അതാണ് നമ്മുടെ സ്പിരിറ്റ്. That's a spiritual realm. നമ്മൾ ആദ്യമേ പ്രാർത്ഥിക്കുമ്പോൾ, നമ്മൾ ആദ്യമേ അന്യഭാഷകൾ പറയുമ്പോൾ നമ്മൾ എവിടെയായിരിക്കും? നമ്മളെല്ലാം ഔട്ടർ കോർട്ടിലായിരിക്കും. നമ്മളെല്ലാം ജാതികളുടെ സ്ഥാനത്തായിരിക്കും. അവിടെ ഒന്നും സംഭവിക്കത്തില്ല. മനസ്സിലായി? ഔട്ടർ കോർട്ടിൽ ഒന്നും സംഭവിക്കത്തില്ല. ഔട്ടർ കോർട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ ജഡത്തിൽ എന്തെങ്കിലും പറഞ്ഞിട്ട് പോകാമെന്ന് മാത്രമേ പറ്റത്തുള്ളൂ, അല്ലേ? അടുത്ത ഏറിയാണ് ദ ഹോളി പ്ലേസ്, അല്ലേ? ഹോളി പ്ലേസ്. അവിടെയാണ് സാങ്ച്വറി നടക്കുന്നത്. അവിടെയാണ് പ്രീസ്റ്റുകൾ കടന്നു വരുന്നത്. അവിടെയാണ് ഷോബ്രെഡ് ഒക്കെ ഇരിക്കുന്നത്. അവിടെയാണ് ടേബിൾ ഇരിക്കുന്നത്, അല്ലെ? ടേബിൾ ഫോർ ഷോബ്രെഡ്, അല്ലെ? അപ്പൊ നമ്മുടെ അടുത്ത സ്പിരിറ്റൽ ലെവൽ എന്ന് പറഞ്ഞാൽ നമ്മൾ സോളിലോട്ട് കയറുകയാണ്. അതായത് നമ്മൾ ജഡത്തെ കൊന്നിട്ട് വേണം സോളിലോട്ട് കയറുവാൻ. നമ്മൾ ഫ്ലഷിനെ കൊന്നിട്ട് വേണം നമ്മൾ ഈ സോളിലോട്ട് പ്രവേശിക്കുവാൻ. നമ്മൾ അതായത് ജഡത്തിലുള്ള എല്ലാ വിചാരങ്ങളും മാറ്റിവെച്ച്, ജഡത്തിലുള്ള വികാരങ്ങൾ മാറ്റിവെച്ച്, ജഡത്തിലുള്ള ചിന്തകൾ മാറ്റിവെച്ച് നമ്മളതിനെ കൊന്നിട്ട് വേണം, ആത്മാവിൽ കൊന്നിട്ട് വേണം നമ്മൾ സോളിലോട്ട് പ്രവേശിക്കുവാൻ. To take away all the fleshly thoughts and feelings, emotions, everything, then kill it in the spirit, then enter in the soul level. അതിനാണ് ഹോളി പ്ലേസ്. അവിടെ സാക്രിഫൈസ് നടക്കണം. നമ്മുടെ It's a holy place. അവിടെ നമ്മൾ പ്രീസ്റ്റ്ഹുഡ്, അവിടെ പ്രീസ്റ്റ് ആയി തീരുകയാണ്. We are the priest in the holy place. അവിടെ ഒരു സാങ്ച്വറി ആയി തീരുകയാണ്. We become a sanctuary for God. So the main room of sanctuary എന്നാണ് പറയുന്നത്. It's called main room of sanctuary. So അവിടെ എന്തുകൊണ്ട് it was used by the priest for the daily and ritual എന്നാണ് പറയുന്നത്. Daily sacrifice, daily offering is happening in holy place. Daily അവിടെ നമ്മൾ സാക്രിഫൈസ് കൊണ്ടിരിക്കണം. We need to sacrifice ourselves daily. അപ്പോൾ നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്ന് വേണം അന്യഭാഷകൾ വരുവാൻ. We need to speak it from our heart. നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്ന് വേണം സ്തോത്രങ്ങൾ വരുവാൻ. The
praise should come from inside നമ്മുടെ the heart. ഹൃദയത്തിനുള്ളിൽ നിന്ന് വേണം നമുക്ക് നന്ദി കർത്താവിനെ പ്രകടിപ്പിക്കുവാൻ. That you should give thanks from our inside. പുതിയ നിയമത്തിൽ പറയുന്നത് സ്തോത്രം എന്ന യാഗം അർപ്പിക്കാനാണ് പറയുന്നത്. New Testament says the praise, giving നമ്മൾ praise ഹൃദയത്തിനുള്ളിൽ നിന്നും സ്തോത്രം അർപ്പിക്കുന്നത്. to give thanks from our heart. ഇവൻ പാട്ട് പാടുന്ന ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്നായിരിക്കണം. We are singing songs from our heart. നമ്മുടെ ബുദ്ധിയിൽ നിന്നും ജഡത്തിൽ നിന്നും പാട്ട് പാടാം. We can sing in the fleshly level and the soul level. നമ്മുടെ ബുദ്ധിയിൽ നിന്നും ജഡത്തിൽ നിന്നും നമുക്ക് അന്യഭാഷ പറയാം. In our intelligence and our flesh, we can speak in tongue. പക്ഷെ അത് ദൈവം പ്രസാദിക്കത്തില്ല. But God is not. ദൈവം പ്രസാദിക്കുന്ന എപ്പോഴും നമ്മുടെ ഹൃദയത്തിൽ നിന്ന് വരുന്നതാണ്. God is only pleasing with what is coming out of your heart. നമ്മുടെ ഉള്ളിൽ നമ്മുടെ സ്പിരിറ്റിൽ നിന്ന് വരുന്ന ദൈവം ആഗ്രഹിക്കുന്നത്. It should come from inside our heart. അപ്പൊ നമ്മുടെ ജഡത്തെ കൊന്നിട്ട് വേണം അടുത്ത ലെവലോട്ട് കയറുവാൻ. So we have to kill the fleshly desires. ജഡത്തെ കൊല്ലണമെങ്കിൽ നമുക്ക് പ്രസൻസ് ഓഫ് ഗോഡ് ആവശ്യമാണ്. We need the presence of God to kill the ജഡത്തെ കൊല്ലണമെങ്കിൽ പരിശുദ്ധാത്മാവിന് നമുക്ക് ആവശ്യമാണ്. We need the Holy Spirit to kill the flesh. ജഡത്തെ കൊന്നു കഴിയുമ്പോൾ നമ്മൾ ലോകത്തിൻ്റെതെല്ലാം മറക്കും. Once you kill the fleshly desires, then you forget what is belong to the world. നമ്മുടെ വേദനകളെല്ലാം മറക്കും. We forget the pain. നമ്മുടെ രോഗങ്ങളെല്ലാം മറക്കും. We forget the sickness. നമ്മുടെ കടഭാരങ്ങളെല്ലാം മറക്കും. Forget the debts. നമ്മുടെ പ്രയാസങ്ങളെല്ലാം മറക്കും. We forget all the different hard നമ്മുടെ hardships. പാവങ്ങൾ ആ സമയത്ത് ഏറ്റു പറയും. We confess our sins to God. നമ്മുടെ കുറവുകൾ ഏറ്റു പറയും. നമ്മൾ കഴുകിൽ പ്രാപിച്ചാണ് ഹോളി പ്ലേസോട് കയറുന്നത്. Then we come to the അപ്പൊ Holy അവിടെ ആയിരിക്കുമ്പോഴാണ് ഈ അന്യഭാഷകളും അവിടെയാണ് സ്തുതിയും സ്തോത്രമില്ല അവിടെ വരുമ്പോൾ പ്രസൻസ് വർദ്ധിക്കുകയാണ്. In the holy place, the presence of God increases, and we start singing songs. ആ പ്രസൻസ് വർദ്ധിക്കുമ്പോഴാണ് അടുത്ത റെവലേഷനിലോട്ട് ദൈവം കടത്തുന്നത്. That's God bring us to revelation. അതിനാണ് ഹോളി ഓഫ് ഹോളിനെസ് എന്ന് പറയുന്നത്. So holy of holies, or most holy place. അതാണ് വിശുദ്ധ സ്ഥലം, അതിവിശുദ്ധ സ്ഥലത്തിലോട്ട് പ്രവേശിക്കുകയാണ്. It's most holy place. അവിടെയാണ് എന്താണ് ആർക്ക് ഓഫ് കവണന്റ് ഇരിക്കുന്ന അവിടെയാണ്. The Ark of the Covenant is sitting in the most holy place. അതാണ് ഇന്നർ മോസ്റ്റ് പ്ലേസ് എന്ന് പറയുന്നത്. That's the innermost place. അവിടെയാണ് സാക്രേഡ് ചേംബർ എന്ന് പറയുന്നത്. There's Shekinah, the chamber of Shekinah, the glory comes there. അവിടെയാണ് റിയലി ഡിവൈൻ പ്രസൻസ് ഇരിക്കുന്നത്. That's the real God's presence is in there. അവിടെയാണ് ദൈവത്തിന്റെ തേജസ് ഇറങ്ങി വരുന്നത്. That's the glory comes down. അവിടെ പ്രവേശിക്കാൻ ഹൈ പ്രീസ്റ്റിന് മാത്രമേ അനുവാദമുള്ളൂ. There's only high priest once in a year. സോ ആ ഷെക്കേന നമ്മുടെ മുറിക്കകത്ത് ഇറങ്ങി വരണം. We need the glory in our room where we're sitting. ആ ഷെക്കേനയ്ക്ക് വേണ്ടി നമ്മൾ ഇരിക്കാൻ പോകുന്നത്. And we're going to sit there today for the Shekinah അപ്പൊ glory. ഇതുവരെ ഇല്ലാത്തൊരു എക്സ്പീരിയൻസ് ഇന്ന് നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. Today we're going to have that experience which never happened before. സോ നിങ്ങളുടെ ലോകത്തിന്റെ നിങ്ങളുടെ വിഷയങ്ങള്, നിങ്ങളുടെ പ്രശ്നങ്ങള്, നിങ്ങളുടെ രോഗസൗഖ്യം എല്ലാം മാറ്റി വെച്ചിട്ട് നിങ്ങൾ ഷെക്കേന അല്ലെങ്കിൽ ആ ദൈവത്തിന്റെ പ്രസൻസിന് വേണ്ടി ഡിവൈൻ പ്രസൻസിന്റെ ആഴങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. And today pray for the divine presence of Holy. പഴയ നിയമത്തിൽ വായിക്കുന്നുണ്ട്, ആ ഷെക്കേല ഇറങ്ങി വരുമ്പം പുരോഹിതന്മാർക്ക് അവിടെ നിൽക്കാൻ സാധ്യമല്ലായിരുന്നു, അവർ നേരെ താഴെ വീഴുമായിരുന്നു. In Old Testament, the priest could not stand in the presence of God because of the Shekinah glory. പ്രസൻസ് വന്നു കഴിയുമ്പോൾ നമുക്ക് നിൽക്കാൻ സാധ്യമല്ല. You cannot handle it when the Shekinah glory comes. നമ്മുടെ ബോഡിയെ താങ്ങത്തില്ലത്. Our body cannot handle it. അവിടെയാണ് നമ്മൾ ഈ ആത്മവിവേശത എന്നൊക്കെ പറയുന്നത്. That's called the slaying in spirit. അവിടെയാണ് നമുക്ക് ദർശനങ്ങളോട് ദൈവം നമ്മളെ കൊണ്ടുപോകും. That's God show you visions. ആത്മീയ മണ്ഡലത്തിലോട്ട് ദൈവം കൊണ്ടുപോകും. And we're going to enter in the spiritual world. ചിലരെ സ്വർഗരാജ്യം കാണിക്കും, പല സ്ഥലങ്ങൾ കാണിക്കും. Some people God shows the different parts of heaven. ചിലരെ നരകത്തിന്റെ ഫലഭാഗങ്ങൾ കാണിക്കും. Some people God shows the parts of ചിലരെ നക്ഷത്രങ്ങളുടെ ഫലഭാഗങ്ങൾ കാണിക്കും. Some people God shows the different parts of the stars. ചിലരെ നിങ്ങളുടെ ജഡം കിടക്കുന്ന, നിങ്ങളുടെ ബോഡി നിലത്ത് കിടക്കുന്ന കാണാം, പക്ഷെ നിങ്ങൾ ആകാശത്ത് നിൽക്കുന്നതായിട്ട് കാണാൻ പറ്റും. Some people you are looking, the spirit is looking from heaven to your own body. ചിലർക്ക് കാണാൻ പറ്റും നിങ്ങളുടെ അന്തരീക്ഷ മണ്ഡലത്തിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് എതിരെ നിൽക്കുന്ന പൈശാചിക മണ്ഡലങ്ങളെ ദൈവം കാണിച്ചു തരാൻ പറ്റും. Some people God shows the demonic person in your life. ചിലർക്ക് നിങ്ങളുടെ രോഗത്തിന്റെ ആത്മാവിനെ കാണിച്ചു തരും. Some people God shows the spiritual sickness. ചിലർക്ക് നിങ്ങളുടെ ബന്ധനങ്ങളെ കർത്താവ് കാണിച്ചു തരും. Some people God shows their abandonment. ചില സമയത്ത് കർത്താവ് നിങ്ങളെ സഭയെക്കുറിച്ചായിരിക്കും വെളിപ്പെടുത്തുന്നത്.
Sometimes God will reveal to you about your ചില church. സമയത്ത് നിങ്ങളുടെ മക്കളെ കുറിച്ചാണ് വെളിപ്പെടുത്തുന്നത്. Sometimes God will reveal to you about your ഇതെല്ലാം ഈ ഷെക്കേല അല്ലെങ്കിൽ ഇതെല്ലാം ഈ ഡിവൈൻ പ്രസൻസിൻ്റെ അകത്ത് ഉണ്ടാകുന്ന കാര്യങ്ങളാണ്. It's all happening in the divine presence of God. അവിടെ ചില സമയത്ത് കർത്താവ് നിങ്ങളുടെ ബോഡി ഹീലിങ്സ് ആക്കും. And in that time, God will heal you. നിങ്ങളിങ്ങനെ നിശബ്ദമായി കിടക്കുമ്പോൾ ഒരു ഓപ്പറേഷൻ തിയേറ്ററിൽ കിടക്കുന്നത് പോലെ കർത്താവ് ഒന്ന് നിങ്ങളെ സൗഖ്യമാക്കുവാനിടയാവും. God will heal you like you are on the operating table, and God will heal you at the time. അതാണ് ദ ഹോളി ഓഫ് ഹോളിനെസ്, അതായത് കോദേശ്, എനിക്കൊന്ന് കോദേശ് നടക്കേണ്ട കാര്യങ്ങൾ. That's what's happening in the Holy of Holies. സോ അതാണ് കോദേശ്യം എന്ന് പറയുന്നത്. കോദേശ് അതിന്റെ ഹീബ്രു കോദേശ്. സോ ഇറ്റ്സ് ഇന്നർമോസ്റ്റ് sacred chamber which housed the Ark of the Covenant and was considered the dwelling place of the divine presence എന്നാണ് ഷെക്കേനയുടെ അർത്ഥം. അതിന്ന് പകൽക്കാലം നമുക്ക് പ്രാപിച്ചെടുക്കുവാൻ ദിവസം ഏൽപ്പിച്ചു കൊടുക്കാം. തീർച്ചയായിട്ടും അന്യഭാഷ വെറുതെ പറഞ്ഞു പോകാതെ, ഞാൻ പറഞ്ഞ ഓരോ അന്യഭാഷ പറഞ്ഞ് നമ്മൾ ഉദ്ദേശത്തോടുകൂടി ഇരിക്കുന്നത്, ഇതുപോലെ നമ്മൾ ഇരിക്കുന്നത് ഔട്ടർ കോഡിൽ നിന്ന് നമ്മൾ നേരെ ഇന്നർ കോർട്ടിൽ വരണം. ഇന്നർ കോർട്ടിൽ നിന്ന് നമ്മൾ ഹോളി ഓഫ് ഹോളിനെസ് വരണം. അതായത് ഔട്ടർ കോഡിൽ നിന്ന് നമ്മൾ ഹോളി പ്ലേസിൽ വരണം. ഹോളി പ്ലേസിൽ നമ്മൾ ഹോളി ഓഫ് ഹോളി പ്ലേസിലോട്ട് വരണം. മൂന്നാമത്തെ സ്റ്റേജിലോട്ട് കടന്നു വരണം. അതാണ് സ്പിരിറ്റിന്റെ റെലംത്തിലോട്ട് കടന്നു വരണം. അവിടെയാണ് ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടാൻ പോകുന്നത്. അവിടെയാണ് ദൈവത്തിന്റെ അത്ഭുതങ്ങൾ കാണാൻ പോകുന്നത്. തീർച്ചയായിട്ടും ദിവസങ്ങളിൽ സറണ്ടർ കൊടുത്താൽ ദൈവം ചെയ്യും. പക്ഷെ നിങ്ങൾക്ക് ഡിസ്ട്രാക്ഷൻസ് ഉണ്ടെങ്കിൽ നടക്കത്തില്ല. ഡിസ്ട്രാക്ഷൻസ് ഇല്ലാതെ നിങ്ങൾ എവിടെയെങ്കിലും മാറിയിരിക്കണം. നിങ്ങൾ 1 മണിക്കൂറെല്ലാം ഡിസ്ട്രാക്ഷൻസ് ഇല്ലാതെ നിങ്ങൾ ആരാധിക്കുവാൻ, ദൈവത്തെ ആരാധിക്കുവാൻ, പ്രാർത്ഥിക്കുവാൻ, നിങ്ങൾ ദിവസം ഇരിക്കുവാൻ താല്പര്യപ്പെട്ടാൽ അത്ഭുതങ്ങൾ നടക്കും. ഞാൻ കഴിഞ്ഞ ദിവസം കർത്താവ് ചോദിച്ചു, കർത്താവ് രോഗം വന്നിട്ട് പലർക്കും രോഗശാന്തി കിട്ടിയിട്ട് പലർക്കും വീണ്ടും രോഗം വരുന്നുണ്ട്, എന്തുകൊണ്ട് കർത്താവ് ചോദിക്കാനിടയായി. I asked God last day, Lord, why even though people are healed, they still it is recurring in their life. അതാണ് ഞാനൊരു മെസ്സേജ് കഴിഞ്ഞ ദിവസം റെക്കോർഡ് ചെയ്തിട്ടത്. I sent the message recorded after recording. ഒരു കാര്യം കർത്താവ് പറഞ്ഞത്, പല രോഗികളും സൗഖ്യമാവുന്നില്ല. കാരണം എന്താണ്? Why God said why many people are not healed? കർത്താവ് പറഞ്ഞ പല രോഗികളും സൗഖ്യമാകാത്തത് അവരെല്ലാം യേശുവിനെ വിശ്വസിക്കുന്നു. കർത്താവ് പറഞ്ഞവരെല്ലാം എന്നെ വിശ്വസിക്കുന്നുണ്ട്. Jesus said they all believe in me. അവരെല്ലാം പറയുന്നുണ്ട് യേശു എന്റെ പാപത്തെയും എന്റെ രോഗത്തെയും എല്ലാം വഹിച്ചാണെന്ന് അവർ പറയുന്നുണ്ട്. അവർക്കറിയാം കർത്താവ് സൗഖ്യമാക്കുമെന്ന് അവർക്കറിയാം. അവർക്കറിയാം കർത്താവ് മരിച്ചവരെ എഴുന്നേൽപ്പിച്ചെന്നറിയാം. ഇത് ഞാൻ 30 മിനിറ്റ് കർത്താവിനോട് സംസാരിച്ച കാര്യം പറയുന്നത് കേട്ടോ. 30 മിനിറ്റ് കർത്താവ് എന്റെ ബെഡ്റൂമിൽ സംസാരിച്ച കാര്യം പറയുന്നത്. അപ്പൊ ഞാൻ കർത്താവിനോട് ശരിയാ കർത്താവ് ഇവരെല്ലാം വിശ്വസിക്കും, ഞങ്ങളെല്ലാം വിശ്വസിക്കുന്നു. യേശു ഇതെല്ലാം ചെയ്താണ്. യേശുവിനെ സൗഖ്യമാക്കാൻ പറ്റും, യേശുവിനെ ഉയർപ്പിക്കാൻ പറ്റും, യേശുവിന് ഉണ്ടാക്കാൻ പറ്റും, ഇല്ലാത്ത എല്ലാം ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇതെല്ലാം ഞങ്ങൾ വിശ്വസിക്കുന്നു. ഞാൻ കർത്താവോട് കർത്താവ് പലരും സൗഖ്യമാകുന്നുണ്ട്, പലരും സൗഖ്യമാകുന്നില്ല. പലരും സൗഖ്യമാകുന്നുണ്ട്, പലരും സൗഖ്യമാകുന്നില്ല. ഞാൻ ചോദിച്ചു കർത്താവ് എന്തുകൊണ്ട് അവർ സൗഖ്യമാകുന്നില്ല? അവിശ്വാസികളാണെങ്കിൽ നമുക്ക് പറയാം, അത് അവിശ്വാസികളാണെന്ന് പറയാൻ പറ്റും. അവരുടെ ഇടയിൽ കർത്താവ് പ്രവർത്തിക്കുന്നത് അവരെ ചോദിക്കാതെ തന്നെ അവരുടെ ഇടയിൽ പ്രവർത്തിക്കും. കർത്താവ് യേശു ജീവിക്കുന്നുണ്ടെന്ന് അവർക്ക് മനസ്സിലാകുവാൻ അവർ കർത്താവ് അവരുടെ ഇടയിൽ പ്രവർത്തിക്കും. ഞാൻ ചോദിക്കുന്ന വിശ്വാസികളുടെ കാര്യമാണ് കർത്താവ് ചോദിക്കുന്നത്. അപ്പൊ യേശുവിനോട് ചോദിച്ചു, നിനക്ക് ഡീമൺസിനെ കുറിച്ച് അറിയാമെന്ന് ചോദിച്ചു. അമ്മ കുറച്ചൊക്കെ അറിയാം കർത്താവ് എന്ന് പറഞ്ഞു. Jesus asked me, do you know about demons? And the pastor said, yeah, I know some about demons. അപ്പോൾ കർത്താവ് ചോദിച്ചു, നിനക്ക് ചിന്തകളിലെ ഡീമൺസ് അറിയാമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ചിന്തകളിൽ ഡീമൺസ് കുറച്ചൊക്കെ അറിയാമെന്ന് പറഞ്ഞു. നമുക്കറിയാമല്ലോ, കുറച്ചൊക്കെ അറിയാം. Do you know the demonic thoughts? Thought life. Yeah, then he said, yes, I know some. അപ്പോൾ യേശു പറഞ്ഞത്, നിങ്ങൾ ഹൃദയത്തിൽ വിശ്വസിക്കുന്നുണ്ട്, പലരും വിശ്വസിക്കുന്നുണ്ട്, ഞാൻ സൗഖ്യമാക്കും, ഞാൻ ഭൂതങ്ങളെ പുറത്താക്കും, ഞാൻ രോഗികളെ സൗഖ്യമാക്കും. പക്ഷേ അവരുടെ തോട്ട്സിൽ ഡീമൻ വന്നിട്ട് സംശയമിടും, അതിൽ സൗഖ്യമാക്കില്ല. So God says, yes, many people believe it and the healer, but thoughts, demonic thoughts comes and
and they couldn't believe in the thoughts. നിങ്ങളെ തോട്ട്സിലെ ഡീമനെ പുറത്താക്കി നിങ്ങളുടെ അവിശ്വാസം മാറ്റെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് സൗഖ്യം വരത്തുള്ളൂ. You have to cast out the demonic thoughts. Then only you can have the faith in. അതായത് കർത്താവ് പറഞ്ഞ സിമ്പിൾ. കർത്താവ് പറഞ്ഞതാണ്, നിങ്ങൾ ഹൃദയത്തിൽ വിശ്വസിക്കുന്ന അതേ വിശ്വാസം നിങ്ങളുടെ തോട്ട്സിലും വേണം, നിങ്ങളുടെ ചിന്തകളിലും വേണം. യേശുവിനെ സൗഖ്യമോ. നിങ്ങൾ ചിന്തകളിൽ സംശയം വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സൗഖ്യം ഉണ്ടാകത്തില്ല. So if you are doubting in your thoughts, even though you believe in your heart, still you cannot get healed. അതാണ് യേശു പറഞ്ഞ. പലയിടത്തും നമ്മൾ വായിക്കുന്നുണ്ട്. യേശു പറഞ്ഞ എന്താ, നിങ്ങൾക്ക് വിശ്വാസമുണ്ടോ? വിശ്വാസം ഉണ്ടോ എന്ന് വെച്ചാൽ ഹൃദയം മാത്രമല്ല, തോട്ട്സിലും വിശ്വാസം വേണം. So God is asking many places, do you believe? That means it's not only in your hearts but also in your thoughts. അപ്പൊ യേശു പറഞ്ഞ എന്താണ്, കാട്ടത്തിയോട് അല്ലെ, ഈ കാട്ടത്തിയോട് നീ അവിശ്വസിക്കാതെ വിശ്വാസത്തോടുകൂടി നീ ഇതിനെ പറഞ്ഞ് കടലിൽ പോയി ചാടാൻ പറഞ്ഞാൽ ചാടും. എവിടെയും വിശ്വാസം, ഹൃദയത്തിൽ മാത്രമാണ്, തോട്ട്സിലും വിശ്വാസം വേണം. You have to have faith in your thoughts also, as long as you have the heart. So he spoke to that fig tree, be uprooted and fall in the sea. It will happen. കർത്താവിനോട് പറഞ്ഞാൽ എന്താ, പലരും രോഗശാന്തി ചെയ്യും, എന്നിട്ട് പിറ്റേ ദിവസം രാവിലെ ഒരു എഴുന്നേറ്റ് നോക്കുക അവിടെ രോഗം ഇരിപ്പുണ്ടോ എന്ന്. അവർക്ക് സംശയം ആ രോഗം പോയോന്ന്. Many people get healed, but in the morning they will check, is that sickness is still there? I may are doubting in your thoughts. പിന്നെ ഒരു സംശയം വരുമ്പോഴത്തേ നിങ്ങൾ അറിയാതെ ആ ഡോർ തുറന്നു തരുക. എന്തിനാ, ആരെ കയറാൻ? ആ രോഗം വീണ്ടും വരാൻ നിങ്ങൾ ഡോർ തുറന്നു കൊടുക്കുക. You are opening the door to the devil when you doubt. ഒന്നാമത്തെ വിഷയം കർത്താവ് പറഞ്ഞത്, ഒരു അശുദ്ധാത്മാവ് നിങ്ങളൊന്ന് വിട്ടുപോയി കഴിഞ്ഞാൽ അത് മടങ്ങി വരും. എപ്പോഴാണ് നിങ്ങൾ ആ ഡോർ തുറന്നു കിടപ്പുണ്ടോ എന്ന് എപ്പോഴും ഒന്ന് നോക്കിക്കൊണ്ടിരിക്കും. Jesus said, if you open the door, this same demon will left, he will come back. അത് നിങ്ങളുടെ അവിശ്വാസത്തിന്റെ ഡോറാണ്. ചിന്തകളിൽ വരുന്ന അവിശ്വാസത്തിന്റെ ഡോറാണ്. That's the door of your thoughts, doubts in your thoughts. അത് നിങ്ങളുടെ രോഗം മടക്കി കൊണ്ടുവരാം. That can bring the sickness back in your life. രണ്ടാം കർത്താവ് പറഞ്ഞത്, രണ്ടാമത് പാപം, അതായത് ഈ എന്താ പറഞ്ഞത്, ഈ ക്ഷമിക്കപ്പെടാത്ത പാപങ്ങൾ, അല്ലെങ്കിൽ ക്ഷമിച്ചിട്ട് പിന്നെ ആ പാപം ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ വീണ്ടും ആ രോഗം കടന്നു വരാം. Second thing is sin, and if you still, even though it is forgiven, if you keep repeating that sin, നമ്മളെ പാപം ഉപേക്ഷിച്ചിട്ട് പിന്നെയും ആ പാപം നമ്മുടെ ജീവിതത്തിൽ കടന്നു വരികയാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മളെ വീണ്ടും റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരുന്നാൽ നിങ്ങൾക്ക് രോഗം ഒരിക്കലും മാറത്തില്ല. രോഗം വീണ്ടും വരാം, പോയ രോഗം വീണ്ടും വരാം. അതുകൊണ്ട് പാപം ചെയ്യാൻ പാടില്ല കർത്താവ്. അതാണ് പലപ്പോഴും യേശു തന്റെ വചനത്തിൽ പറയുന്നുണ്ട്, ഇനി മേലാ നീ പാപം ചെയ്യരുത്. കാരണം കർത്താവോട് പറയുന്നില്ല ഡീമൻ തിരിച്ചു വരും എന്ന് പറയുന്നില്ല. കർത്താവ് പറഞ്ഞ കാര്യം ഇതാണ്, ആ പാപം ചെയ്തു കഴിഞ്ഞാൽ ആ ഡീമൻ തിരിച്ചു വരും, നിങ്ങൾക്ക് രോഗം വീണ്ടും മൂർച്ഛിക്കും. മൂന്നാമത് കർത്താവിനോട് പറഞ്ഞത്, നിങ്ങൾക്ക് രോഗം വരാതിരിക്കണം, മടങ്ങി വരാതിരിക്കണമെങ്കിൽ നിങ്ങൾ വചനത്താലും പരിശുദ്ധാത്മാവിൽ നിങ്ങൾ നിറഞ്ഞു നിൽക്കണം. So you have to be filled with the Holy Spirit and the Word of God, and only that sickness will not come back. അതായത് എന്നെ കർത്താവ് കാണിച്ച ഉദാഹരണം ഇതാണ്. ഒരു കുടത്തിന്റെ അകത്തോട്ട് നിറച്ച് വെള്ളമുണ്ട്, ഒരു കുടത്തിന്റെ നിറച്ച് വെള്ളം. ആ വെള്ളം കൊണ്ട് നിങ്ങൾ വേറൊരു വെള്ളത്തിന്റെ അകത്തോട്ട്, അല്ലെങ്കിൽ ഒരു എന്താ പറയുക, വേറൊരു ലേക്കിന്റെ അകത്തോട്ട് മുക്കുവാണെങ്കിൽ ആ വെള്ളത്തിന്റെ അകത്തോട്ട് ആ ലേക്കിലുള്ള വെള്ളം കയറത്തില്ല. കാരണം എന്താണ്, ഓൾറെഡി അതിനകത്ത് നല്ല വെള്ളം കിടപ്പുണ്ട്, മറ്റൊരു വെള്ളം വന്ന് കയറത്തില്ല. Show me a vision that it was full of water, and even though you feel, if you have pour water in the pot, if you put that filled pot in the sea, it will not contain any more water from the sea because it's already filled with water. എന്നാൽ ആ വെള്ളത്തിന്റെ പകുതിയോ അല്ലെങ്കിൽ മുക്കാഭാഗോ അല്ലെങ്കിൽ 75% വെള്ളമുള്ളൂ. അത് നിങ്ങൾ പോയി ലേക്കിന്റെ അകത്ത് കൊണ്ട് മുക്കിയാൽ ആ ലേക്കിലുള്ള കലങ്ങിയ വെള്ളം നിങ്ങളുടെ ആ പാത്രത്തിൽ കയറുവാനിടയാവും. If you have only 1/4 or half or 3/4 filled, if you dip that vessel in the sea water will come inside, the defiled water will come mixed with the water in the pot, and then you are defiled. അതാണ് പല വിശ്വാസികൾക്കും ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പോയ രോഗം മടങ്ങി വരും, പോയ വിടുതൽ മടങ്ങി വരും, പോയ പോരാട്ടം മടങ്ങി വരും. കാരണം എന്താണ്, നിങ്ങൾ വചനത്താലും ആത്മാവിലും നിറഞ്ഞു നിൽക്കുന്നില്ല. That's what's happening to many believers because they are not filled with the Holy Spirit and the Word of God most of the time in your life. 3 കാര്യങ്ങൾ നമ്മളിന്ന് ക്രമീകരിക്കണം. ഒന്ന് കർത്താവ് പറഞ്ഞത്, ഒന്ന് എന്താണ്, വിശ്വാസം ഹൃദയത്തിൽ മാത്രമല്ല നമ്മുടെ തോട്ട്സിലും, നമ്മുടെ ചിന്തകളിലും വിശ്വാസം വേണം. 2 things you have to fix today. Number 1, you have to have faith in your thoughts also. നമ്മുടെ തോട്ട്സിൽ അവിശ്വാസം ഉണ്ടാകരുത്.
Do not have doubts in your thoughts. തോട്ട്സിന്റെ അവിശ്വാസം ഇവിടെ നിന്ന് സോളിൽ നിന്ന് വരുന്നു, സോളിൽ നിന്ന്. The unbelief in your thoughts is coming from your soul. അപ്പൊ സോളിൽ ദൈവസാന്നിധ്യം നമ്മൾ ഇന്ന് പകൽ ഫില്ല് ചെയ്യണം. And you have to feel the presence of God in your soul. രണ്ടെണ്ണ കർത്താവ് പറഞ്ഞത്, ഒന്ന് സംശയം, രണ്ടെന്താ പറഞ്ഞത്? സിൻ ചെയ്യാൻ പാടില്ല. സിൻ അതായത് നിങ്ങൾ ഉപേക്ഷിച്ച പാപം വീണ്ടും ചെയ്യാൻ പാടില്ല. ഒരു പാപം ചെയ്യാൻ പാടില്ല. ഉപേക്ഷിച്ച പാപം വീണ്ടും തിരിച്ചെടുക്കാൻ പാടില്ല. Second one, don't take back the sin which you already forsaken. മൂന്ന് കർത്താവ് പറഞ്ഞാൽ നിങ്ങൾ നിറയണം, വചനത്താലും ആത്മാവിലും നിറയണം. You must be filled with the Holy Spirit and Word of God. യെസ്. അപ്പം ഈ ആത്മാവിന്റെ സാന്നിധ്യം വചനവും വന്ന്, അല്ലെങ്കിൽ എന്താ പറഞ്ഞത്, ഈ അവിശ്വാസം പോയി വിശ്വാസം വരുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മളിലുള്ള തോട്ട്സിലുള്ള ഡീമൺസ് ഔട്ട് ആകുവാനിടയാവും. When you have a doubt is gone and you are filled with the faith in your mind and soul, then you are filled with നിങ്ങളുടെ നിങ്ങളിൽ വചനം എന്ത് ചെയ്യും? ആത്മാവിൽ ക്രിയ ചെയ്യാൻ തുടങ്ങും. And the Word of God will start working in you. ആ വചനം നിങ്ങളുടെ സോളിലോട്ട് പ്രവേശിക്കുവാനിടയാവും. And the Word of God comes in your soul also. ആ സോളിൽ നിന്നാണ് ശക്തി പുറപ്പെട്ട് നിങ്ങളുടെ ബോഡിയിലോട്ട് പ്രവേശിക്കുവാനിടയാവും. Then you have the healing power works on your body. അവിടെയാണ് ഹീലിങ്സ് നടക്കുന്നത്. അവിടെയാണ് ഡെലിവറൻസ് നടക്കുന്നത്. Deliverance happens in your body. അപ്പം നമ്മുടെ ചിന്തയിൽ ഭയം ഉണ്ടെങ്കിൽ, നമ്മുടെ സോളിൽ ഭയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഹീലിങ്സ് നടക്കത്തില്ല. If you have fear in your soul or thoughts, you're not going to receive healing. നിങ്ങളുടെ ഹൃദയത്തിൽ ഭയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഹീലിങ്സ് നടക്കത്തില്ല. If you have fear in your heart, you're not going to get the നിങ്ങൾ ഹൃദയത്തിൽ രണ്ട് ചിന്തയുണ്ടെങ്കിൽ, ഡബിൾ മൈൻഡ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഹീലിങ്സ് ഡെലിവറൻസ് നടക്കത്തില്ല. You're double-minded, believe and unbelief, you're not going to get that. സോ അടുത്ത 1 മണിക്കൂർ നമ്മൾ അന്യഭാഷയിൽ പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ, പ്രസൻസ് ഓഫ് ഗോഡ് കൊണ്ട് പ്രാർത്ഥിക്കുക, നമ്മുടെ ജഡം കൊല്ലണം, ആത്മാവിൽ കയറുക, അതിനുശേഷം സ്പിരിറ്റിൽ കയറുക. ആ റലംത്തിലൂടെ നമ്മൾ ചെല്ലുമ്പോഴത്തേക്ക് ഇതെല്ലാം ഓട്ടോമാറ്റിക്കായിട്ട് നടക്കും. അതിനുശേഷം നിങ്ങൾ ഈ ആത്മാവിൽ തന്നെ തീരുമാനമെടുക്കുക, ഇനിമേലെ ഞാൻ പാപം ചെയ്യത്തില്ല. 2 ഞാൻ വചനം ധ്യാനിക്കും. 3 ഞാൻ ആത്മാവിൽ നിറഞ്ഞു നടക്കും. 4 നിങ്ങൾ തന്നെ കൽപ്പിക്കണം. നിങ്ങളിലുള്ള എല്ലാം ഔട്ടാവും നിങ്ങൾ തന്നെ കൽപ്പിക്കണം. ആത്മാവ് വരുമ്പോൾ നമ്മൾ തന്നെ കൽപ്പിക്കണം. In the next 1 hour, we're going to ask God to fill me with the presence of God in my body and my soul and spirit, and cast out all unbelief and doubt, and then we're going to fill with the Word of God. Then ask for I make a decision, I will not sin. So then you command to the spirit of sickness to leave. Once you are filled with Holy Spirit, you have the power to command to the sinful. നിങ്ങൾ തന്നെ ആത്മാവിൽ പറയണം, എന്നിലുള്ള ചിന്തകളിലുള്ള ഡീമൺസ് ഔട്ട്. യേശുവിന്റെ നാമത്തിൽ വിളിപ്പം പറയണം. Speak and cast out the thoughts. നിങ്ങൾ ഹൃദയത്തിലുള്ള സംശയത്തിന്റെ ആത്മാവ് വെളിപ്പം കൽപ്പിക്കണം. And cast out all the doubts in your hearts. നിങ്ങളിലുള്ള രോഗാത്മാവ് നിങ്ങൾ തന്നെ കൽപ്പിക്കണം, പുറത്തു പോകാൻ കൽപ്പിക്കണം. You command to the spirit of sickness to leave. ഹല്ലേലൂയ. അങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് അടുത്ത 1 മണിക്കൂറിനുള്ള നിങ്ങളുടെ ജീവിതത്തിൽ ഭയങ്കര വിടുതൽ നടക്കാൻ പോകും. In 1 hour, you're going to heal. ഞാൻ തമാശ പറഞ്ഞ കഴിഞ്ഞ ദിവസങ്ങളിൽ 2-3 ദിവസം മുന്നേ കർത്താവ് രാവിലെ എൻ്റെ അരികെയിരുന്ന് സംസാരിച്ച കാര്യങ്ങൾ ഞാൻ പറയുന്നത്. This is not joke. God has been talking to me for the last 3 days. That's what I'm sharing with you. ഹല്ലേലൂയ. അതുകൊണ്ട് തൽക്കാലം ഏറ്റെടുത്ത് നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാമെങ്കിൽ ഏറ്റവും അനുഗ്രഹമായിരിക്കും. So if you receive it and apply in your life, it will be a blessing. അതുപോലെ ഞാൻ ഇന്നലെ ഒരു വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അപ്പം നിങ്ങൾക്കൊന്ന് അത് പോയിന്റ് പറഞ്ഞുതരാം. ആ പോയിന്റ് നിങ്ങൾ മനസ്സിലാക്കണം. ആ കർത്താവോട് പറഞ്ഞ കാര്യം. ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോഴത്തേക്ക് പരിശുദ്ധാത്മാവ് 2 കാര്യം പറഞ്ഞു. ഒന്ന്, ഈ മരിക്കുന്നതിന് മുന്നേ അവരുടെ മരണത്തിന് മുന്നേയും അല്ലെങ്കിൽ യേശുവിൻ്റെ വരവിന് മുന്നേയും ആ 2 കുഞ്ഞുങ്ങളുടെ ഡെലിവറൻസ് അവർ കാണും. 2 കുഞ്ഞുങ്ങൾക്ക് എന്തോ സംസാരത്തിൻ്റെ എന്തോ പ്രശ്നമുണ്ടെന്ന് അവർ പറയുന്നത്. അപ്പോൾ അവർ അപ്പം കർത്താവിനോട് പറഞ്ഞത്, ഇവർ മരിക്കുന്നതിന് മുന്നേയും, ഫിലിപ്പാസിന് അറിയാതെ അവരെ, അപ്പോൾ ഇവർ മരിക്കുന്നതിന് മുന്നേയും കർത്താവിൻ്റെ വരവിന് മുന്നേയും ഇവർ ഡെലിവറൻസ് കാണും. And God spoke to me, this person. There's 2 kids have some issues in speaking or some. God spoke to me before they die, before the coming of Jesus Christ, they're going to see the deliverance of the children. അപ്പം ഞാൻ ആ ദൂത് ഞാനത് കേട്ടു, വചനത്തിലൂടെ ദൂത് കേട്ടു, വചനത്തിലൂടെ ഞാൻ അവരോട് സംസാരിച്ചു. അതിനോട് സംസാരിച്ചപ്പോൾ ഞാൻ ബ്രദറിനോട് ചോദിച്ചു. അപ്പോൾ ആ ബ്രദർ ഇങ്ങോട്ട് പറഞ്ഞു, The brother spoke to me. ആ ബ്രദർ പറഞ്ഞു, ശരി പാസ്റ്റർ, എൻ്റെ ഭാര്യ പ്രാർത്ഥിക്കാറുണ്ട്, കർത്താവേ ഞങ്ങൾ മരിക്കുന്നതിന് മുന്നേ ഡെലിവറൻസ് കാണണമെന്ന്.
And my wife always pray like, yes, you're right, Pastor. This is what my wife is praying. I want to see the miracle of my children before I die. സോ ആരുടെ പ്രോബ്ലം? ഇത് ദൈവത്തിന്റെ പ്രോബ്ലം ആണോ നമ്മുടെ പ്രോബ്ലം ആണോ? So whose problem is this? ഞാൻ അന്നേരം ചിന്തിച്ചില്ല. പിന്നീട് ഞാൻ അതിനെപ്പറ്റി ആലോചിക്കുന്നത് നമ്മുടെ പ്രോബ്ലം ആണോ ദൈവത്തിന്റെ പ്രോബ്ലം ആണോ ഡെലിവറൻസ് കിട്ടാത്തത്? So whose problem is this? Is it God's problem or our problem that we are not delivered? ഇത് നമ്മുടെ പ്രോബ്ലം. കാരണം നമ്മൾ പ്രാർത്ഥനയിൽ ദൈവത്തോട് അഗ്രി ചെയ്തു. കർത്താവ് ഞാൻ മരിക്കുന്നതിന് മുന്നേ ഡെലിവറൻസ് കണ്ടാൽ മതിയിരിക്കും. മനസ്സിലായി? അവർ ഓൾറെഡി അഗ്രി ചെയ്തു. Oh, they already agreed that, Lord, I only want to see, before I die, I want to see. So that means ആ സഹോദരി 80 വയസ്സ് വരെ ജീവിച്ച 80 വയസ്സിന് മുന്നേ 79 വയസ്സ് ദൈവം കാണിച്ചു കൊടുത്താൽ മതി ആ ഡെലിവറൻസ്. That means she could wait till if she died at 80 years old, that could work it like a 79 years. അതുവരെ ആ പിള്ളേർ സംസാരിക്കാൻ നടക്കും, ശരിയായിട്ട് സംസാരിക്കാൻ നടക്കും. അതായത് ആ കുഞ്ഞുങ്ങൾക്ക് 19 വയസ്സാകും നേരത്തേക്ക്. Until the time the kids could not speak and they may be like. So നമ്മൾ പറയുന്ന കാര്യങ്ങൾ സൂക്ഷിച്ചു വേണം ദൈവത്തോട് പറയുവാൻ. So we have to be very careful what we speak to God. നമ്മൾ പ്രാർത്ഥിക്കുന്ന വിഷയങ്ങൾ സൂക്ഷിച്ചു വേണം ദൈവത്തോട് പ്രാർത്ഥിക്കുവാൻ. We have to be very careful when we pray to God. നമ്മുടെ വായിൽ എന്തെങ്കിലും ചുമ്മാ അതാണ് കർത്താവ് നിങ്ങളുടെ വായിൽ നിന്ന് വരുന്ന യെസ് ഓർ നോ മാത്രമായിരിക്കണം. എന്തെങ്കിലും നിങ്ങൾ പറഞ്ഞാൽ ദൈവം ഏറ്റെടുത്ത് പിന്നെ ദൈവത്തിന് റിലീസ് ചെയ്യാൻ പറ്റത്തില്ല. അത് അപ്പോൾ പറയാം കർത്താവ് എനിക്ക് ഈ മാസത്തിൽ തന്നെ ആ ഡെലിവറൻസ് കാണാം, അല്ലെങ്കിൽ കർത്താവ് ഈ വർഷത്തിൽ തന്നെ എനിക്ക് ആ കുഞ്ഞുങ്ങൾക്ക് ഡെലിവറൻസ് കാണാം. കർത്താവ് അത് ആ പ്രാർത്ഥന കേട്ടിരുന്നെങ്കിൽ ആ കുഞ്ഞുങ്ങൾക്ക് ഈ ഒരു വർഷത്തിലുള്ള ഡെലിവറൻസ് കൊടുക്കും അല്ലേ? Either pray like I want to see the deliverance this month, next month, then God will take care of that issue and they get the deliverance in this month or next month. ഞാൻ പറയുന്നത് മനസ്സിലായെന്ന് വിചാരിക്കും. നിങ്ങൾ പ്രാർത്ഥിക്കുന്ന ഓരോ വിഷയങ്ങളും നിങ്ങൾ ടൈം ഇട്ട് പ്രാർത്ഥിക്കുമ്പോൾ സൂക്ഷിച്ചോണം. ആ ടൈം അനുസരിച്ച് ദൈവം പ്രവർത്തിക്കത്തുള്ളൂ. I hope you understand what I'm saying. When you put a time limit to God, God will only work in that time limit. കർത്താവ് എനിക്ക് കുഞ്ഞുങ്ങൾ ഈ വർഷം വേണ്ട, എനിക്ക് കല്യാണം കഴിഞ്ഞ് പലരും പറയാറുണ്ട് കുഞ്ഞുങ്ങൾ ഈ വർഷം വേണ്ട, ഞങ്ങൾക്ക് കുഞ്ഞുങ്ങൾ ഇപ്പം വേണ്ട, ഞങ്ങൾക്ക് കുഞ്ഞുങ്ങൾ ഇപ്പം വേണ്ട. എന്താ കുഴപ്പം? എന്താ? കുഞ്ഞുങ്ങൾ ദൈവം കൊടുക്കത്തില്ല. അടുത്ത 5 വർഷം കഴിയുമ്പോൾ അവർ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി കരയത്തുള്ളൂ. Many people say, pray to God, Lord, I don't need children, I'm not married. Then God listen to the prayer and they may not have children for the next 5 years. എനിക്ക് ഡിവോഴ്സ് വേണം, എനിക്ക് ഡിവോഴ്സ് വേണം, എനിക്ക് ഡിവോഴ്സ് വേണം. നിങ്ങൾ 10 പ്രാവശ്യം 20 പ്രാവശ്യം ഒരു ദിവസം പറഞ്ഞു കഴിഞ്ഞാൽ ദൈവം ചെയ്തു തരും. And if you say, oh, I want a divorce, I want divorce, I want divorce, if you speak in 10 times, God will do it for you. എന്റെ മകൻ അഹങ്കാരിയാണ്, എന്റെ പിള്ളേരെല്ലാം അഹങ്കാരികളാണ്, അവരെല്ലാം മറ്റേ മറിച്ചെന്ന് പറഞ്ഞാൽ അവരങ്ങനെ തീരും. If you say, oh, my kids are rebellious a few times, that's what is going to happen in your life. നിങ്ങൾ എന്താണ് നിങ്ങൾ സംസാരിക്കുന്നത്? നിങ്ങൾ അതുകൊണ്ട് ഇന്ന് പലക്കാലം നിങ്ങളുടെ സംസാരം എല്ലാം ക്രമീകരിച്ച് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കണം. God says, what are you speaking in your life? You have to fix your talk life and then God will fix your. നിങ്ങളുടെ ഡെലിവറൻസ് നിങ്ങളുടെ വായിക്കത്ത് തന്നെ ഇരിക്കുക. Your deliverance is നിങ്ങളുടെ നന്മകൾ നിങ്ങളുടെ വായിക്കത്ത് തന്നെ ഇരിക്കുക. Your good things are on your tongue. നിങ്ങളുടെ അത്ഭുതങ്ങൾ നിങ്ങളുടെ വായിൽ തന്നെ ഇരിക്കുന്നത്. Your miracles are on your tongue. നിങ്ങളുടെ ഹീലിംഗ്സ് നിങ്ങളുടെ വായിൽ തന്നെ ഇരിക്കുന്നത്. Your healing is in your mouth. നിങ്ങൾ എന്നും പറയും എനിക്ക് വയ്യ എന്ന് പറഞ്ഞാൽ നിങ്ങൾ വയ്യാതായി തരത്തേ ഉള്ളൂ. If you say I'm tired and sick and tired, then you will end up happening that. എനിക്ക് ചെയ്യാൻ പറ്റത്തില്ല പറഞ്ഞാൽ നിങ്ങൾക്ക് ചെയ്യാനേ പറ്റത്തില്ല. If you say I cannot do it, will end up happening. You cannot do it. നിങ്ങൾക്ക് എന്നും തലവേദന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ തലവേദന എന്നും തലവേദന ആയിരിക്കും നിങ്ങൾക്ക്. I have headache every day. You will have headache every day. കാരണം നിങ്ങൾ തന്നെ വിളിച്ചു വരുത്തുന്നതാണ്. You are calling your problem in your life. എന്റെ അപ്പനും അമ്മയ്ക്കും എല്ലാം പ്രഷറും ഷുഗറും ഉണ്ട്. ആയിക്കോട്ടെ, അതിന് നിങ്ങൾക്ക് ഇപ്പൊ എന്താ? നിങ്ങൾക്കും വരാൻ വേണ്ടി നിങ്ങൾ പറയുവാണോ? So you say, oh, my father and mother has pressure and sugar. Why are you speaking it all the time? You are calling it in your life. നിങ്ങൾ പറയണം നിങ്ങൾ രക്ഷിക്കപ്പെട്ടെ. എന്റെ അപ്പനും അമ്മയ്ക്ക് ഷുഗർ ഉണ്ടെങ്കിൽ എനിക്ക് തരത്തില്ല. You say my father and mother has sugar and pressure, but I don't want to have it. I'm born again. എന്റെ പാരമ്പര്യമായിട്ട് ഞങ്ങൾക്ക് എല്ലാവരും ക്യാൻസർ എന്തോ വലിയ ഭാഗ്യം പോലെ അവര് പറയുന്നത്. You say I have traditionally we have a cancer. അങ്ങനെ പറഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ ക്യാൻസർ വരും. Good thing. And then if you speak about it, you will get cancer in your life. ചേട്ടനെ വിളിച്ചിട്ട് വരും, പക്ഷെ ഞാൻ 10 വർഷമായിട്ട് ക്യാൻസർ അടങ്ങും. പുള്ളിക്ക് എന്തോ വലിയ കോടി കിട്ടിയ പോലെ പുള്ളി പറയുന്നത്. 10 വർഷമായിട്ട് ക്യാൻസർ അടങ്ങും. One person say I have cancer for 10 years and he acts like, he speaks like he got $1 million. So അതൊക്കെ പുള്ളി അങ്ങ് ഉറപ്പിച്ചു വെച്ചിരിക്കുക. ഈ പുള്ളിയുടെ ജീവിതത്തിൽ ക്യാൻസർ ആണെന്ന് ഉറപ്പിച്ചു വെച്ചിരിക്കുക പുള്ളി. He established and he put it like a stone. Oh, I have cancer for 10 years. പിന്നെ അതങ്ങനെ ഇറങ്ങി പോകുന്നത് അങ്ങനെയാണ്. നമ്മൾ കൽപ്പിച്ചുകൊണ്ടിരിക്കണം. നമ്മൾ കൽപ്പിച്ചുകൊണ്ടിരിക്കണം. ഇറങ്ങി പോയേ പറ്റത്തുള്ളൂ എന്ന് പറയണം നമ്മുടെ ബോഡിയെന്ന്.
You have to command to the devil. You have to leave me. You have to leave this cancer. ഇത് ഹോളി സ്പിരിറ്റിന്റെ ആലയം നിനക്ക് ഇതിനകത്തിരിക്കാൻ പറ്റത്തില്ല, നീ ഇറങ്ങിപ്പോയേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു. You have to speak every time. This is the temple of Holy Spirit. രാവിലെ എഴുന്നേൽക്കുമ്പോഴേ തലമരയ്ക്കാണ് പറഞ്ഞങ്ങനെ, തലമരപ്പ് ഇങ്ങോട്ട് കൊണ്ടുവരേണ്ട, നീ ഇറങ്ങിപ്പോയേ പറ്റത്തുള്ളൂ, യേശുവിനെ നീ പോയേ പറ്റത്തുള്ളൂ എന്ന് പറയണം. In the morning you say you have to leave. This is the temple of Holy Spirit. You must leave. രാവിലെ നിങ്ങളുടെ ഭവനത്തിൽ അസ്വസ്ഥത തുടങ്ങുമ്പോഴേ, ആരിലൂടെയെല്ലാം പിശാച് അസ്വസ്ഥത തുടങ്ങുമ്പോഴേ പറഞ്ഞേക്കണം, യേശുവിന്റെ നാമത്തിൽ പരിപാടിയുടെ പറ്റത്തില്ല, ഇറങ്ങിപ്പോയേ പറ്റത്തുള്ളൂ എന്ന് പറയണം. If anybody is giving trouble in your life, you speak to the devil. You have to leave. നിങ്ങളൊന്നും സമ്മതിച്ചു കൊടുക്കരുത്. ഞാൻ പറഞ്ഞത്, നിങ്ങളൊന്നും നിങ്ങൾക്ക് നെഗറ്റീവായിട്ട് ഒന്നും സമ്മതിച്ചു കൊടുക്കരുത്. Don't give to devil negative or anything, sickness, nothing. ആ രോഗമോ അസ്വസ്ഥതയോ കുടുംബജീവിതത്തിലെ പ്രശ്നമോ തലമുറകളുടെ പ്രശ്നമോ അല്ലെങ്കിൽ കടഭാരമോ അല്ലെങ്കിൽ ജോലിയിലെ വിഷയമോ ഒന്നും നിങ്ങൾ അംഗീകരിക്കരുത്. ഒന്നും നിങ്ങൾ അംഗീകരിക്കുക. പറയണം, ഇത് ഞാൻ സമ്മതിക്കത്തില്ല. Deaths or sickness or the trouble or chaos or don't agree with that in Jesus. ഇത് ഞാൻ സമ്മതിക്കത്തില്ല. യേശുവിന്റെ നാമത്തിൽ സമ്മതിക്കത്തില്ല. ഡെവിൾ നീ എടുത്തോണ്ട് പോയേ പറ്റത്തുള്ളൂ. Speak to the devil. You must take it. I won't agree with it. അപ്പൊ നിങ്ങൾ 100 പ്രാവശ്യം ഓട്ടോമാറ്റിക്കായിട്ട് പിശാച് നാണം കെട്ട് ഓടിപ്പോകും. If you speak to the devil, command the devil to leave, he will leave in shame. എന്താ വെച്ചാൽ നാളെ വരത്തില്ല, നാളെയും വരും. കാരണം നാണം ഇല്ലാത്തവനാണ് നാളെയും വരും. Because there's no shame, you may come back tomorrow also, but you keep commanding. നാളെ നിങ്ങൾ ഇത് സംസാരിച്ചേ പറ്റത്തുള്ളൂ. Speak all the time, tomorrow, today, every day. ഓക്കെ, ഞാനിവിടെ നിന്ന് സ്റ്റോപ്പ് ചെയ്യുന്നു. അടുത്ത 1 മണിക്കൂർ നമ്മൾ അന്യഭാഷ പറഞ്ഞു. ഞാൻ പറഞ്ഞത് നിങ്ങൾ ഗ്രഹിച്ചെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഗോഡ് ബ്ലെസ് യു ഓൾ. കർത്താവേ നന്ദി. ഹോളി സ്പിരിറ്റ് യു വെൽക്കം. എല്ലാവരും പറ, പരിശുദ്ധാത്മാവെ എന്റെ മുറിയിലോട്ട് ഞാൻ വെൽക്കം ചെയ്യുന്നു. എല്ലാവരും പറ. എല്ലാവരും മൈക്ക് ഓപ്പൺ ചെയ്താലും. യെസ്, നിങ്ങൾക്ക് മൈക്ക് ഓപ്പൺ ചെയ്യാം. എല്ലാവരും പറഞ്ഞാലും പരിശുദ്ധാത്മാവെ ഞങ്ങൾ ക്ഷണിക്കുന്നു, അങ്ങനെ ക്ഷണിക്കുന്നു. ഹല്ലേലൂയ. ശന്തരബന ഹശരബന മശരബന ഹസ്തര രഗണന സ്തഗന.